ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് ഒരു സിമ്പിളും പിന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവ ഉപ്പുമാവ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കൽ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം കേട്ടോ. ഇതിലേക്ക് ആദ്യം കറിവേപ്പില വേണം, അതേപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്ത ക്യാരറ്റ്, പിന്നെ ഇഞ്ചി, പിന്നെ മുളക്, ഉള്ളി, വലിയ ഉള്ളി, പിന്നെ മിൽക്ക്, പിന്നെ ഉഴുന്ന്, ഇതൊക്കെയാണ് കേട്ടോ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമ്മൾ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉഴുന്നാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഉഴുന്ന് നല്ല ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറിവേപ്പില, ക്യാരറ്റ്, ഉള്ളി, ഇതൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഒരു ഹാഫ് കുക്കായ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാകത്തിനുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിന് ശേഷം മിൽക്കാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മിൽക്ക് നല്ലോണം തിളച്ച് വന്നതിൻ്റെ ശേഷം നമ്മൾ റവ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ റവ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളത് കുറുകി കഴിഞ്ഞാൽ അപ്പം തന്നെ റവ ഇട്ട് കൊടുക്കണം. അതിങ്ങനെ കട്ട പിടിക്കാണ്ട് നോക്കണം, നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം എല്ലായിടത്തും മിക്സ് ചെയ്യണേ. ഏകദേശം ഇപ്പം നമ്മുടെ റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് അടച്ച് വേവിക്കണം കേട്ടോ. അടച്ചിട്ട് നമ്മളത് സ്റ്റൗ ഓഫാക്കണം. ഇത് നമ്മുടെ റവ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളും പിന്നെ അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ ഉപ്പുമാവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്, താങ്ക് യു.